ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ ഓഫ് എക്സ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 5. ഇവിടെ എന്താണ് പ്രത്യേകത? ഇവിടെ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഉണ്ട് താഴെയായിട്ട് അല്ലേ. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഉണ്ട്, പിന്നെ ഒരു എക്സിൻ്റെ ഒരു ടേമും വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത പ്രോബ്ലങ്ങളിലെല്ലാം ക്വാഡ്രാറ്റിക് പോളിനോമിയൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റിമെമ്പർ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ മാത്രമേ ഉള്ളൂ എങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് സ്പെഷ്യൽ ഇൻ്റഗ്രലിൽ പഠിച്ച റിസൾട്ടുകൾ ഉപയോഗിച്ച് ചെയ്യും. പക്ഷേ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കൂടാതെ ന്യൂമറേറ്റർ സൈഡിൽ, റിമെമ്പർ ന്യൂമറേറ്റർ സൈഡിൽ എക്സിൻ്റെ ഒരു ടേം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കണം. ആദ്യം തന്നെ ഇൻ്റഗ്രൽ ഓഫ് ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതട്ടെ. എക്സ് പ്ലസ് 3 dx ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 5 dx. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കൂടാതെ എക്സിൻ്റെ ഒരു ടേം dx അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ എക്സിൻ്റെ ടേമില്ലേ നമ്മളതിനെ ചേഞ്ച് ചെയ്യും. ഓർത്ത് വെച്ചേക്കണം. അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ന്യൂമറേറ്ററിലുള്ള ആ എക്സിൻ്റെ ആ എക്സ്പ്രഷനെ ചേഞ്ച് ചെയ്യണം. ഡിനോമിനേറ്റർ അതേപോലെ തന്നെ എഴുതിക്കോ. ഇപ്പോൾ ക്വാഡ്രാറ്റിക്കിന് ഒന്നും ചെയ്യരുത്. തുടക്കത്തിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് ഒന്നും ചെയ്യരുത്. ആ എക്സിൻ്റെ ആ ടേമിന് ഒരു ചേഞ്ച് വരുത്തണം. അങ്ങനെ ചേഞ്ച് വരുത്തുന്നത് കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് എന്താണെന്നുള്ളത് 2-3 സ്റ്റെപ്പ് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എക്സിൻ്റെ ആ ടേം എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഡിനോമിനേറ്റർ ഇല്ലേ, അഥവാ പോളിനോമിയൽ ഇല്ലേ, ക്വാഡ്രാറ്റിക് ഇല്ലേ, അതിൻ്റെ ഡെറിവേറ്റീവ് എഴുതി വെക്കും. എക്സിൻ്റെ ടേം എഴുതുന്നതിന് പകരം ആ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഡെറിവേറ്റീവ് എഴുതി വെക്കും. എന്താണ് ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഡെറിവേറ്റീവ്? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണല്ലോ, മൈനസ് 2xൻ്റെ ഡെറിവേറ്റീവ് 2 × 1 മൈനസ് 5 × 0 ഇങ്ങനെ എഴുതണം. അപ്പോൾ ആൻസർ മാറും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടത് x + 3 ആണല്ലേ. അപ്പോൾ എക്സിൻ്റെ ടേം എഴുതുന്നതിന് പകരം നമ്മൾ തുടക്കത്തിൽ ക്വാഡ്രാറ്റിക്കിൻ്റെ ഡെറിവേറ്റീവ് എഴുതി വെക്കും. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ആൻസർ മാറാതിരിക്കാൻ ഇതിനെ നമുക്ക് എങ്ങനെ x + 3 ആക്കി മാറ്റാം അല്ലേ. നമുക്ക് വേണ്ടത് ശരിക്കും x + 3 ആണല്ലോ. ഒരു വഴിയുണ്ട്. നമുക്ക് x ആണ് വേണ്ടത് അല്ലേ. x + 3യിൽ x ആണ് ആദ്യം വേണ്ടത്. പക്ഷെ ഇവിടെ 2x എന്നാണ് വന്നിരിക്കുന്നത്. 2xനെ x ആക്കണമെങ്കിൽ ഒരു വഴിയുണ്ട്. ഒരു 1/2 വെച്ച് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ x വന്നോളൂ. അപ്പോൾ ഡെറിവേറ്റീവ് എഴുതാം, അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതേപോലെ ആക്കണം. പക്ഷേ അപ്പോൾ 2x ആണ്. x കിട്ടാൻ വേണ്ടി ഒരു ഹാഫ് വെച്ചിട്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ x കിട്ടിക്കോളും. ഇനി +3 എന്ന് പറഞ്ഞ നമ്പർ വരെയും വേണം അല്ലേ. ഇത് ഓപ്പൺ ചെയ്താൽ 1/2 × -2 വരുള്ളൂ. 1/2 × -2 -1 നമുക്ക് 3 ആണ് വേണ്ടത്. ഇവിടെ 1/2 × -2 -1 ആണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് -1 ആണല്ലോ. ആ -1 വെട്ടിപ്പോവാൻ വേണ്ടി ഞാൻ +1 എഴുതി. ഇപ്പോഴോ? ഇപ്പോൾ -1 + 1 എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് ടൈം ഇല്ലാതെയായി. ഇല്ലല്ലോ ഇപ്പോൾ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള നമ്പർ ഇവിടെ എടുത്ത് എഴുതുക, +3. ഇങ്ങനൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്. ആൻസറിൽ വ്യത്യാസമൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ എക്സിൻ്റെ ആ ടേമിനെ ആ ക്വാഡ്രാറ്റിക്കിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ടേമിലോട്ട് ആക്കണം, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ബാക്ക് അടിച്ചിട്ട് കേൾക്കാം. ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ ഓഫ് 1/2 × 2x - 2 പ്ലസ് 1 + 3 4 ആണല്ലോ, ഓൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 5 dx കിട്ടും. നമ്മളിതിനെ 2 ഇൻ്റഗ്രലാക്കി സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ആൾ ആരാ? ആദ്യത്തെ ആൾ 1/2 × 2x - 2. 1/2 × 1/2 പുറത്ത് എഴുതിയാൽ കുഴപ്പമൊന്നുമില്ലല്ലോ, കോൺസ്റ്റൻ്റ് അല്ലേ. 1/2 × 2x - 2 ഡിവൈഡഡ് ബൈ
എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 5dx പ്ലസ് ഫസ്റ്റ് ടേം ബൈ ഡിനോമിനേറ്റർ എഴുതി, അതാണ് ഈ കാണുന്നത്. പ്ലസ് ഇടുക, സെക്കൻഡ് ടേം ബൈ ഡിനോമിനേറ്റർ എഴുതണം. അത് രണ്ട് ഇൻ്റഗ്രലാക്കി എഴുതണേ. ഫസ്റ്റ് ടേം ബൈ ഡിനോമിനേറ്റർ എഴുതി കഴിഞ്ഞു, പ്ലസ് ഉണ്ട്. ഇനി സെക്കൻഡ് ടേം ബൈ ഡിനോമിനേറ്റർ 4/x സ്ക്വയർ മൈനസ് 2x മൈനസ് 5 അല്ലേ. 4 പുറത്തിരുന്നാലും കുഴപ്പമൊന്നുമില്ല, ശരിയല്ലേ? നോക്കി, കോൺസ്റ്റൻസ് ഒക്കെ പുറത്ത് നിർത്താം, സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ നോക്കിയാൽ 4×1 4 തന്നെ വന്നോളൂല്ലോ അല്ലേ. അപ്പോൾ ഞാൻ രണ്ട് ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി ആദ്യത്തെ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എഴുതാൻ പറ്റും. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ എഴുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ ഇൻ്റഗ്രൽ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം. കാരണം ഇവിടെ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററാണ്. നമ്മൾ അങ്ങനെ ഒരു ഇൻ്റഗ്രേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ഇൻ്റഗ്രേഷനാണ്. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ. ആ രീതിയിലാണല്ലോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത്. ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ ആണെങ്കിൽ അതിൻ്റെ ആൻസർ ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം. ഓർക്കുന്നുണ്ടോ? ലോഗ് ഡിനോമിനേറ്റർ ആണേ, മറന്നോവല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ഇൻ്റഗ്രേഷനിൽ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ ആണെങ്കിൽ ലോഗ് ഡിനോമിനേറ്റർ എന്ന് എഴുതണം. അപ്പോൾ ഫസ്റ്റത്തേന് കഴിഞ്ഞു. പ്ലസ് അടുത്തത് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ മാത്രമുള്ളൊരു ഇൻ്റഗ്രേഷനാണ് അടുത്തത്. ഇതിൻ്റെ കൂടെ എക്സോ 2 അങ്ങനെ വേറെ ആരും വന്നിട്ടില്ല. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ മാത്രമുള്ള ഒരു ഇൻ്റഗ്രേഷനാണ് ഉള്ളത്. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ മാത്രമേ ഉള്ളെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ എക്സ് സ്ക്വയർ ആണല്ലേ, അപ്പോൾ ആദ്യം തന്നെ എക്സ് എഴുതാം. ഓർക്കുന്നുണ്ടല്ലോ പെർഫെക്റ്റ് സ്ക്വയർ ആക്കൽ. ഇവിടെ എക്സ് സ്ക്വയർ ആണ്, അപ്പോൾ ആദ്യം തന്നെ എക്സ് എഴുതാം. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് നോട്ട് ചെയ്യുക. അതിനുശേഷം എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് -2 ആണ്. -2ൻ്റെ ഹാഫ് എന്താ? -2ൻ്റെ ഹാഫ് -1 ആണ്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണോ അതിൻ്റെ ഹാഫ് എടുക്കുക, ഓൾ സ്ക്വയർ അങ്ങോട്ട് ഇടുക. അപ്പോൾ എക്സ് സ്ക്വയർ വെച്ച് തുടങ്ങിയാലേ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം എക്സ് എഴുതി, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് -2 ആണ്, അതിൻ്റെ ഹാഫ് എടുത്തപ്പോൾ -1 എഴുതി, ഓൾ സ്ക്വയർ എഴുതി. ഇത് എക്സ്പാൻഡ് ചെയ്താൽ ആദ്യത്തെ രണ്ട് ടേം കറക്റ്റ് ആയിക്കോളും, നമ്മളത് വെരിഫൈ ചെയ്യണ്ട. പക്ഷേ ഇത് എക്സ്പാൻഡ് ചെയ്താൽ അവസാനത്തെ ടേം +1 ആയിരിക്കും. 1 സ്ക്വയർ +1 കിട്ടും. പക്ഷെ നമുക്കിവിടെ വേണ്ടത് ആരാ? -5 ആണ് വേണ്ടത്. ഈ +1 അല്ലേ, +1നെ എങ്ങനെ -5 ആക്കാം? ആദ്യം തന്നെ ഈ +1 വെട്ടിപ്പോവാൻ വേണ്ടി ഒരു -1 എഴുതി ചേർത്താലോ? +1 വെട്ടിപ്പോവാൻ വേണ്ടി -1 എഴുതി ചേർത്താൽ കോൺസ്റ്റന്റ് ടേം ഇവിടുന്ന് പോവും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ആളായ -5 അവിടെ എഴുതി ചേർത്താൽ മതി. ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി 1/2 ഇൻറ്റു ലോഗ് എക്സ് സ്ക്വയർ -2x -5 പ്ലസ് 4 ഇൻറ്റു ഒന്നുകൂടി 1 ഡിവൈഡഡ് ബൈ x -1 ഓൾ സ്ക്വയർ -6 അല്ലേ വരുന്നത് കോൺസ്റ്റൻസ്. -6 ആണ്. മൈനസ് ഓഫ് 6നെ നമുക്ക് √6 സ്ക്വയർ എന്ന് എഴുതിയാലും കുഴപ്പമില്ലല്ലോ. 6നെ നമുക്ക് എങ്ങനെ എഴുതാം? √6 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. നമ്മളൊരു സ്പെഷ്യൽ ഇൻ്റഗ്രൽ പഠിച്ചിട്ടുണ്ടല്ലോ ഇത് ചെയ്യാനായിട്ട്, ഓർമ്മയുണ്ടോ? ഞാനിവിടെ എഴുതാൻ വേണമെങ്കിൽ നമ്മൾ ആ രണ്ടാമത്തെ ഈ ഇൻ്റഗ്രേഷൻ ചെയ്യാനായിട്ട് ഒരു സ്പെഷ്യൽ ഇൻ്റഗ്രൽ ഉണ്ട്, പഠിച്ചിട്ടുണ്ട്. 1/x² - a². വേണമെങ്കിൽ ഞാനിവിടെ എഴുതി കാണിച്ചു തരാം. ഇൻ്റഗ്രൽ 1/x² - a² എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഓർമ്മയുണ്ടോ? 1/2a log x - a/x + a + c. ഇങ്ങനൊരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരേ ഒരു ചെറിയൊരു വ്യത്യാസം, എക്സ് വരേണ്ടതിന് പകരം x - 1 വന്നു. ശരിയല്ല, അത് കുഴപ്പമില്ല. എക്സ് വരുന്നതിന് പകരം x - 1 വന്നിട്ടുണ്ട് ഇവിടെ. എ വരേണ്ടതിന് പകരം √6 വന്നിട്ടുണ്ട്. എഴുതുന്നതിന് പകരം √6 എഴുതണം.
ഈ രണ്ട് കാര്യങ്ങൾ നേരെ ഈ ഫോർമുലയിൽ ഈ എഴുതിയിരിക്കുന്ന ഫോർമുലയില്ലേ ഇതിനകത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. എക്സിന് പകരം x-1 കൊടുക്കുക, എക്ക് പകരം √6 കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടിയും ഇത് വലിയ ആൻസറാണ് വരാൻ, സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ എന്താണ് 1/2 ഇൻറ്റു log x² മൈനസ് 2x മൈനസ് 5 പ്ലസ് 4 ഇൻറ്റു ഞാൻ പറഞ്ഞു ഇത് ഇൻ്റഗ്രൽ 1/x² മൈനസ് a² ആണ്. 1/2 എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു എ ഇവിടെ √6 എഴുതി വെച്ചിട്ടുണ്ട്. ലോഗ് എന്താണ് x മൈനസ് എ, എക്സിന് പകരം x-1 മൈനസ് എക്ക് പകരം √6 താഴെ x പ്ലസ് എ, എക്സിന് പകരം x-1 പ്ലസ് എക്ക് പകരം √6 പ്ലസ് സി ആണ് വരുന്നത്. ഇത് കാര്യമായിട്ടൊന്നും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ഈ 4/2 2 എന്ന് എഴുതാം. അത് ഞാനിവിടെ കാണിക്കണ്ടല്ലോ. അപ്പോൾ മെത്തേഡ് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്?